ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചില ആളുകളെ കുറിച്ചാണ്. ചില ആളുകൾ നമ്മൾ ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുറേ ആളുകൾക്ക്. പക്ഷെ അവരൊരിക്കലും അറിയുന്നില്ല അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത്. നമ്മളിപ്പം ഫോണിൽ കൂടി ആണെങ്കിലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ച് വരുമ്പം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചു, ഞാനിങ്ങനെ അവിടെ പോയ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല. ആ സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ ആ കാര്യം ഏറ്റെടുക്കും. എന്നിട്ട് പിന്നെ അവർ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ വിശദമായിട്ട് നമ്മളെ അവിടെ നിർത്തിച്ചുകൊണ്ട് നമ്മളുടെ വാക്കുകൾ പകുതി എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പം കാൽഭാഗം പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ അവിടെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ഇവരുടെ അനുഭവങ്ങൾ വളരെ വിശദമായി പറയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയ സമയത്ത് ഇങ്ങനെയായിരുന്നു സംഭവിച്ചത്, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. അത് വളരെ വിശദമായിട്ട് ഫുള്ളായിട്ട് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും. പക്ഷെ അവരത് പറയുന്ന സമയത്ത് നമ്മൾക്ക് അത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമത്തിൽ അവർ പറയുന്നതിൻ്റെ പകുതി മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾക്ക് മനസ്സിൽ തോന്നും, ഇയാൾ എന്നെ പറയാൻ സമ്മതിച്ചില്ലല്ലോ, ഞാനിങ്ങനെ ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷെ അവരത് പറഞ്ഞ് കുറേ നീട്ടി പറഞ്ഞ് അത് അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല, ഇവർ ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ, അപ്പം ഞാനല്ലേ എൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞതെന്നോ, അല്ലെങ്കിൽ ഇവർ എന്താ പറഞ്ഞ കാര്യം എന്തായിരുന്നു എൻ്റെ ബാക്കി അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ അത് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അവരത് പറഞ്ഞു നിർത്തി പിന്നെ അതിൻ്റെ മേലെ വേറെ സംസാരിച്ച് അവരങ്ങനെ നീണ്ടു പോകും. അപ്പം നമുക്ക് ഈ ഒരു കാര്യം ഒരിക്കലും എന്താ പറയാൻ ഉദ്ദേശിച്ച കാര്യം അവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇത് ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ, പോട്ടെ, ചിലപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കുന്നു. ചിലർ അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചാലും അവർക്ക് നമ്മൾ പറയുന്നതൊന്നും കേൾക്കണ്ട. അവർക്ക് അവരുടെ അനുഭവങ്ങളും അവരുടെ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞ് നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരുപാട് ആളുകൾക്കുണ്ട്. അവരോട് നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ മാത്രം അടുപ്പമില്ലാത്തവരാണെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കും. കാരണം വെച്ചാൽ എനിക്ക് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരോട് നമുക്ക് ഈ കാര്യം പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതൊരു മോശമാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ അവരെ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള താല്പര്യം കാണിക്കില്ല. പിന്നെ അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നൊരു മോശമാണ്, അല്ലെങ്കിൽ ഇത് ശരിയല്ല ഈ കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേട്ടിട്ട് വേണം എന്തെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മൾ ഒരാൾ പറയുന്ന കാര്യം ഫുള്ളായിട്ട് കേൾക്കുക. അതിന് ശേഷം പറയാം, നിങ്ങൾക്ക് ഉണ്ടായ പോലത്തെ ഒരനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറയാം. പക്ഷെ അവർ പറയുന്നത് ആദ്യം കേൾക്കണം. അങ്ങനെ നമുക്ക് അടുപ്പുള്ള ആൾക്കാരോട് നമ്മളത് പറഞ്ഞു കൊടുത്താൽ ചില ആൾക്കാർ അത് ഉൾക്കൊള്ളാൻ ഉള്ള മനസ്സ് കാണിക്കും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പറയും, ഇവർ എന്നെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എന്നെ ഒരു കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ചില ആൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ്, ഇഷ്ടപ്പെടുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരോട് അത് പറയണോ അത് പറയണ്ടേ എന്ന് നമുക്കറിയില്ല. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച്. പക്ഷെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ് ഈ ഇടയിൽ കയറിയുള്ള സ്വഭാവം, സംസാരം എന്നുള്ളത്. ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന സ്വഭാവം വളരെ മോശമാണ്. ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളത് ക്ഷമയോടെ കേൾക്കണം. അവർ പറഞ്ഞ് നിർത്തിയതിന് ശേഷം നമ്മളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നമുക്കുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളോ പറയാം, അല്ലേ?